Hello friends, welcome to SAT, Sunday Institute Center, Marathumadi and Puthumadi. നമുക്ക് ടാജന്റ് ആവശ്യപ്പെട്ടു. ഒത്തിരി കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുബി അനിൽ സർ പ്ലീസ് അപ്ലോഡ് മാത്സ് ടാജന്റ്. ഏകദേശം 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ സുബീർവ ടാജന്റ് പ്ലീസ്. മൈക്കിൾ ബെന്നി സർ കൻ യു അപ്ലോഡ് ടാജൻസ്. അബ്ദുൽ ഖാദർ ഒരാഴ്ച മുന്നേ സർ മാത്സ് ടാജന്റ് പ്ലീസ്. അംബ്രോ കണ്ണൻ സർ പ്ലീസ് അപ്ലോഡ് മാത്സ് ചാപ്റ്റർ 7 ടാജന്റ്. ഒരു 2 ആഴ്ച മുന്നെയാണ് ആൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് റസി 2 ആഴ്ച മുന്നേ പ്ലീസ് അപ്ലോഡ് എ വീഡിയോ അബൌട്ട് ദി ചാപ്റ്റർ ടാജന്റ്. ഒത്തിരി കുട്ടികൾ അതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാറിനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മെസ്സേജ് അയക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ചിലവ് കുറവാണ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പം തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു 6:49 വന്ന ഒരു മെയിലാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അഭിരാം പി പി. ബഹുമാനപ്പെട്ട സാർ, താങ്കൾ ചെയ്യുന്ന മഹത്തായ പരിപാടിക്ക് ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കട്ടെ. എൻ്റെ പേര് അഭിരാം പി പി. ഞാൻ വട്ടോളി സംസ്കൃത ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ 4 വർഷക്കാലമായി സ്കൗട്ട് പ്രസ്ഥാനത്തിൽ അംഗമാണ്. ഈ വർഷം രാജ്യം നൽകുന്ന ഏറ്റവും മികച്ച പുരസ്കാരങ്ങളൊന്നായ രാഷ്ട്രപതി അവാർഡ് ഞാൻ എഴുതി. ഇതിനായി 5 ദിവസം സ്കൂളിൽ നിന്ന് മാറി ക്യാമ്പിൽ താമസിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രിപ്പറേഷനോട് ഒരുപാട് ദിവസവും. അതിനാൽ കണക്കിലെ സൂചക സംഖ്യ എന്ന പാഠം മുഴുവനുമായും തൊടുവര എന്ന പാഠം പകുതിയും നഷ്ടമായി. അങ്ങേക്ക് ദയവ് ചെയ്ത് ഈ പാഠഭാഗങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മനസ്സുണ്ടാകണം. കാരണം ഇതിൻ്റെ ഉപകാരം കേവലം എനിക്ക് മാത്രമല്ല, അനേകായിരം കേരളത്തിലെ കുട്ടികൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്. അങ്ങ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യവും വ്യക്തവും ആയതിനാൽ തന്നെ ഞാൻ എല്ലാത്തിനും ലൈക്ക് ചെയ്യാറുമുണ്ട്. അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നായിരിക്കും ലൈക്ക് ചെയ്ത ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഇതിൻ്റെ പ്രവർത്തനം എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മാതൃകപരമായ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന അങ്ങയുടെ കൂടെ എന്നും എൻ്റെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളുടെയും പ്രാർത്ഥനയും ആശംസയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ അഭിരാം പി പി സുഹൃത്തുക്കൾ. ഇത് മൊബൈലിൽ അയച്ചിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിരാം പി പി, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണമെന്നും അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എനിക്ക് 2 ട്യൂട്ടോറിയലാണുള്ളത്. അതിനകത്ത് വൈകുന്നേരം ഒരു 4:30 മുതൽ രാത്രി 9 മണി വരെയും രാവിലെ 5 മണി മുതൽ സ്കൂളിൽ പോകുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്ന 8:45 വരെയുമാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. ഇതെടുക്കുന്ന സമയത്ത് ഞാനും കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയത്തിൻ്റെ ഇടയിൽ രാത്രി ഇരുന്നൊക്കെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് അല്ല, ഇതെല്ലാം പുതിയ സിലബസാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മൾ ചെയ്യാനെങ്കിലും പരമാവധി ഒരുപാട് ദിവസങ്ങളൊക്കെ നമ്മൾ മാക്സിമം ശ്രമിക്കാം. കൂടുതൽ കുട്ടികളുടെ ആവശ്യങ്ങളനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ടാജൻ്റ് ഒത്തിരി കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അവർ ട്യൂഷൻ സെൻറ്റർ. വിൽ യു മേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് ഗിഫ്റ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്നുണ്ടെങ്കിൽ തരാം. നിങ്ങൾ തരുന്ന മുഴുവൻ പണവും നമ്മൾ ഇതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കാരണം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ, അതുപോലെ എൻ്റെ അപ്ലോഡിങ് എക്സ്പെൻസൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാജൻ്റാണ്, തൊടുവരകൾ. എന്താണ് ടാജൻ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് ഞാൻ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഈ പാർട്ടിൽ പറയുന്നില്ല. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാജൻ്റ് ഓഫ് എ സർക്കിൾ കൺസ്ട്രക്ഷനാണ്. ആദ്യത്തെ കുറച്ച് വീഡിയോസ് നമ്മൾ ഈ പാഠത്തിലെ മുഴുവൻ കൺസ്ട്രക്ഷൻസ് നോക്കും. അതിനുശേഷം പിന്നീട് നമ്മൾ തിയറി പാർട്ടിലേക്ക് വരും. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ടാജൻ്റ് എന്താണ്, അതിൻ്റെ തിയറീസ് എങ്ങനെയാണ്, പ്രൂഫ്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഡ്രോ എ ടാജൻ്റ് ടു എ സർക്കിൾ ടു എ സിംഗിൾ പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു വൃത്തം. ആ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ, കണ്ടോ, ഇത് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ടാജൻ്റ്, സ്പർശരേഖ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പോയിന്റിൽ കണ്ടോ, ഒരു പോയിന്റിൽ ടാജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന വരയാണെന്ത്, ടാജൻ്റ്. ഇങ്ങനെ പോയാലോ, ഇത് നമ്മൾ സീക്കൻഡ് എന്നാണ് പറയുക. കാരണം 2 പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന വരയാണ് സീക്കൻഡ്. എന്നാൽ ഇങ്ങനെയാണെങ്കിലോ, ഉണ്ടോ, ഇത് പുറത്തേക്ക് പോകുന്നില്ല. ഇത് നമ്മൾ കോഡ് എന്ന് പറയും. എന്താണ് കോഡ്? ഞാണെന്ന് പറയും. ആക്ച്വലി ഈ സീക്കൻഡ് എന്ന് പറയുന്ന ലൈൻ കണ്ടോ, ഈ സീക്കൻഡ് ലൈൻ ഇങ്ങനെ താഴേക്കെടുത്ത് അവസാനം അത് ഒരു പോയിന്റിലൂടെ കടന്നു പോകും. സീക്കൻഡിന് തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് ശരിക്കും എന്ത്, ടാജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ടിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൗ ടു ഡ്രോ എ ടാജൻ്റ് ടു എ സിംഗിൾ പോയിന്റ്. ഒരു സർക്കിളിൽ ഒരു പോയിന്റ്, സപ്പോസ് നിങ്ങളോട് ഇവിടെ ഒരു ടാജൻ്റ് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഇവിടെ ഒരു ടാജൻ്റ് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഇവിടെ ഒരു ടാജൻ്റ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കും നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് ഒരു വൃത്തം വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കൃത്യമായ ഒരു സെൻറ്റിമീറ്റർ ഒന്നും പറയുന്നില്ല.
സപ്പോസ് ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ നിങ്ങൾ വരച്ചോ. ഓക്കെ, അതിന് തന്നെ നമ്മളൊരു വൃത്തം വരയ്ക്കുന്നു. കോമ്പസിലെടുത്ത് ഓക്കെ, അങ്ങനെ വൃത്തം വരച്ചു. ദെൻ ഇനി ചെയ്യേണ്ടത് ആ വൃത്തത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. നമ്മൾ വരച്ച കുത്തിയ ഭാഗം ഉണ്ടാവില്ല, അവിടെ സെൻറ്റർ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് എവിടെയാണ് സ്പർശരേഖ വരുന്നത്, ടാജൻറ്റ്, എനിക്കിപ്പോൾ ഈ പോയിന്റിലാണ് ടാജൻറ്റ് വേണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഞാൻ യോജിപ്പിക്കുകയാണ്. കണ്ടോ, എവിടെയാണ് വരേണ്ടത് അങ്ങോട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ അത് ആ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്. കണ്ടോ, ഇനി ആ പോയിന്റിൽ കോമ്പസ് ഇത്തിരി ചെറുതാക്കുക, എന്നിട്ട് ആ പോയിന്റിൽ കുത്താം. പോയിന്റിൽ കുത്തിയിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. മറ്റേ ആ വരയിനെ ടച്ച് ചെയ്യണം, നമ്മുടെ ആ റേഡിയസിനെയും ടച്ച് ചെയ്യണം, വൃത്തത്തിന്മേൽ ടച്ച് ചെയ്യണം. മുഴുവൻ വരയ്ക്കേണ്ട, ഒരു പകുതി. ഇനി കോമ്പസിൻ്റെ അളവ് മാറ്റരുത്. റേഡിയസിൽ കട്ട് ചെയ്ത ഭാഗത്ത് കുത്തി പിന്നെയും വരയ്ക്കുക ഇതുപോലെ. കണ്ടോ, അപ്പോൾ വേറൊരു കട്ടിങ് വന്നാണ്ടോ. അപ്പോൾ റേഡിയസിൽ കുത്തിയിട്ട് വീണ്ടും വരയ്ക്കുക. കണ്ടോ, പിന്നെ നമ്മൾ അവിടെ തന്നെ കുത്തിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ വെച്ച അർദ്ധവൃത്തമില്ലേ അവിടെ കട്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. കണ്ടോ, ഇപ്പോൾ റേഡിയസ് കുത്തി വരച്ച വരയിൽ കുത്തിയിട്ട് വീണ്ടും വരയ്ക്കുക. ഇനി ഇപ്പോൾ കിട്ടിയ മൂന്നാമത്തെ കട്ടിങ് മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. നേരത്തെയുള്ള രണ്ടാമത്തെ കട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ അതിനെ ക്രോസ് ചെയ്ത് വരയ്ക്കുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ, ആ പോയിന്റ് നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ട, മറ്റേ നമ്മുടെ ഈ പോയിന്റ് ആണ് ഇത്, അതും തമ്മിൽ അങ്ങനെ ജോയിൻ ചെയ്യുക. കണ്ടോ, ഇതാണ് നമ്മുടെ ടാജൻറ്റ്. മനസ്സിലായോ? ടാജൻറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അപ്പോൾ ഒരൊറ്റ പോയിന്റിൽ ടാജൻറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ക്ലിയർ ആണോ? നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെയാണെന്നേ. അപ്പോൾ ടാജൻറ്റ് അറ്റ് എ പോയിന്റ്, അതായത് ഒരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ വൃത്തം തന്നിട്ട് നമ്മളോട് ജസ്റ്റ് ഒന്ന് പറയാൻ ഒരു പോയിന്റിൽ ടാജൻറ്റ് വരയ്ക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാജൻറ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിന് വൃത്തം വരയ്ക്കുക, ദെൻ റേഡിയസ് വരയ്ക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. കണ്ടോ, ദെൻ ആ കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് അർദ്ധവൃത്തത്തിൽ കട്ട് ചെയ്യുന്നു, വീണ്ടും ആ കട്ട് ചെയ്ത് അവിടെ കുത്തിയിട്ട് വീണ്ടും അർദ്ധവൃത്തത്തിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ആ റേഡിയസിൽ കുത്തി ഒന്നുകൂടി കട്ട് ചെയ്യുക, ദെൻ അവിടെ കുത്തിയിട്ട് ആ അർദ്ധവൃത്തി കട്ട് ചെയ്യാൻ സ്ഥലത്ത് കുത്തിയിട്ട് ഒന്നുകൂടി മറ്റേ പഴയ അർദ്ധവൃത്തത്തിനെ ഒന്നുകൂടി കട്ട് ചെയ്യും. ഇപ്പോൾ 2 പോയിന്റ് നമുക്ക് കിട്ടും. അവിടെ കുത്തി മുകളിലേക്കും അതുപോലെ ഇപ്പുറത്ത് കുത്തിയിട്ട് ഇപ്പുറത്തേക്കും കട്ട് ചെയ്യുക. അപ്പോൾ ആ 2 കട്ടിങ്സ് വന്നു. ആ 2 പോയിന്റുകൾ അതും നമുക്ക് വരയ്ക്കേണ്ട ടാജും കൂടി ചോദിച്ചാൽ കുത്തി കഴിയും. ഓക്കെ.